നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്ഞാനോദയം 2026 പാലക്കാട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ജ്ഞാനോദയം 2026 ആരോഗ്യ പരിപാലന മിഷൻ്റെ ഉദ്ഘാടനവും രമേശ് പിഷാരടി MLA നിർവഹിച്ചു. ഒരു മെനുബുക്ക് കിട്ടിയാൽ എല്ലാവരും കൂടെ ഓർഡർ ചെയ്യുമ്പോൾ 10 മിനിറ്റ് എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ നല്ല ഓപ്ഷനുകളുണ്ട് എന്നുള്ളതാണ്. വർത്തമാനകാല വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു സ്ഥലം ഇന്നുള്ള ഇത്രയധികം ഓപ്ഷനുകളിൽ നിന്നും ഏത് ഓപ്റ്റ് ചെയ്യണമെന്നും ഏതിലൂടെ പോകണമെന്നുമുള്ള തിരഞ്ഞെടുപ്പിനുള്ള സമയമാണ്. ലോകം മുഴുവനുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഡിജിറ്റൽ ആക്സസ്, അവിടെ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയാനുള്ള മറ്റ് സാങ്കേതികത്വങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അവിടെ ഏറ്റവും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ 75% മുകളിൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന പ്രോഗ്രാമുമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രോഗ്രാം സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷനായി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ എ രേഖ മുഖ്യപ്രഭാഷണം നടത്തി. 1200-ൽ 1200 മാർക്കും നേടിയ കെ കൃഷ്ണജ, സിഗ സുരേഷ്, നിരഞ്ജന എസ് കുമാർ എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സെക്രട്ടറി ജോർജ് സിറിയക്ക്, ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് നൈസ് മാത്യു, ട്രഷറർ TS വാണി, വൈസ് പ്രസിഡന്റ് ജോസ് ചാലക്കൽ, റിറ്റി ആൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു. 1000-ൽ പരം വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റും മെഡലും നൽകി ആദരിച്ചു. സത്യസന്ധതയ്ക്കുള്ള ആദരം VV രമേഷിനും നൃത്തകലയുടെ മികവിന് ജയലക്ഷ്മിയെയും മൊമെൻ്റോ നൽകി ആദരിച്ചു. സംഘടനയുടെ 11ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പരിപാലന മിഷൻ 2026 ബ്രോഷർ പ്രകാശനവും നടന്നു. 1000-ലധികം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്ത ഈ ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായി തന്നെ അവസാനിച്ചു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.